ഹലോ ഫ്രണ്ട്സ്, ബെറ്റോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റ് ക്രാഷിലും നമുക്ക് സ്റ്റേബിളായിട്ട് ഒരു പാസീവായിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അതിനുള്ള ആ ഒരു കറക്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയ ശേഷം മാത്രം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ പറഞ്ഞാൽ നമുക്ക് എത്ര ഒരു മാർക്കറ്റ് ക്രാഷ് ആണെങ്കിലും നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ അങ്ങ് ഫുള്ള് ക്രാഷിലാണെങ്കിലും നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം എന്തായാലും ഒരു 2000+ റുപ്പീസ് കൺഫേം ആയിട്ട് നമുക്ക് ഡെയിലി കിട്ടുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും സ്റ്റെപ്പൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ആക്ടിവേഷൻ കോഡ് കിട്ടാണ്ട് കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ്സാക്കാതെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോസ് നമ്മൾ മെയിനായിട്ട് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമുക്ക് അധികം വെയിറ്റ് ചെയ്യാം, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു സ്റ്റെപ്പൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ പേജ് വരും. രജിസ്ട്രേഷൻ പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നേരെ ഒരു ആക്ടിവേഷൻ കോഡായിരിക്കും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറയുക. അപ്പോൾ ഞാൻ ഈ ഒരു ആക്ടിവേഷൻ കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1 to 2 വീക്സ് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം നമ്മൾ ആ ഒരു ഡിസ്കോഡ് ആണെങ്കിലും ടെലിഗ്രാം ആണെങ്കിലും കുറേ പേരെ വേറെ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് തന്നെ പെട്ടെന്ന് ട്രൈ ചെയ്യുമെങ്കിലും നമുക്ക് ആ ഒരു ആക്ടിവേഷൻ കോഡ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കിട്ടുവാണെങ്കിലും നമ്മൾ ആ ഒരു ആക്ടിവേഷൻ കോഡ് എൻ്റർ ചെയ്യുമ്പോഴേക്കും ആ ഒരു വേറെ ആൾക്കാർ ആരെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് ആക്ടിവേഷൻ കോഡ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് ആൾ, നമുക്കൊരു ആക്ടിവേഷൻ കോഡ് സെറ്റാക്കി തന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 2 days ആയിട്ട് ഈ ഒരു സ്റ്റെപ്പൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലെവൽ 5 ഉള്ള ഒരു ഷൂ NFT ആണ് പർച്ചേസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഒരു 7 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു 60 മിനിറ്റ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഫുള്ള് റീഫില്ലാവും. ആ ഒരു റീഫില്ലായ ശേഷം നമ്മൾ ഇന്നും നടന്നിട്ട് തന്നെ ആ റിവാർഡ്സ് കളക്ട് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആക്ടിവേഷൻ കോഡ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. നമുക്ക് ഇനിയും കോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പൻ കോഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആക്ടിവേഷൻ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. കാരണം നമുക്കിത് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ആൾ നല്ല രീതിക്ക് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ നോക്കാം, നിങ്ങൾക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ ആയിരിക്കും കാണിക്കുക. ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറേ ഷൂസ് വരും, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ കുറേ ഷൂസ് നിങ്ങൾക്ക് വരും. ഇപ്പോൾ സോളിൻ്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഓരോ ഷൂസിൻ്റെയും എണ്ണം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് നല്ലൊരു എൻട്രി പോയിൻറ്റ് കിട്ടി സോളിൽ. അപ്പോൾ ഞാൻ ഏകദേശം എൻട്രി എടുത്തത് $49.9 ഉള്ള സമയത്ത് എൻട്രി എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആണ്. മാർക്കറ്റ് ക്രാഷ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഏകദേശം ഇപ്പോൾ $59 വരെ പോയി. ഇപ്പോൾ $54.48 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കൊരു സോളിന് ഏകദേശം ഒരു $5 പ്രോഫിറ്റ് സംതിങ് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തെ പ്രൈസ് വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു എൻട്രി തന്നെയാണ് ഈ ഒരു സോളിലൊക്കെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതേപോലത്തെ കുറേ NFTs ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒരു സോൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 14 സോൾ വാങ്ങിച്ചിട്ടാണ് ഇതിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത്. ഓക്കെ, 14 സോൾ പറയുമ്പോൾ എനിക്ക് ഏകദേശം ഒരു $720 സംതിങ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സോൾ യൂസ് ചെയ്ത് ഞാൻ ഏകദേശം 13.5 ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു NFT കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു NFT ഞാൻ പർച്ചേസ് ചെയ്തത് ഏകദേശം ഒരു 13.58 സോളിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബേസിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഈ ഒരു ഷൂവിൻ്റെ ഫസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളൊരു ഷൂ പർച്ചേസ് ചെയ്യും, നിങ്ങൾക്ക് ആക്ടിവേഷൻ കോഡ് കിട്ടി നിങ്ങൾ ഷൂ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് പറഞ്ഞാൽ എഫിഷ്യൻസിയും റെസിലൻസും. ഓക്കെ, ഈ ഒരു 2 കാര്യമാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. എഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ റിവാർഡ്സ് ആയിട്ട് കിട്ടുന്നത് GST ടോക്കണാണ്. നിങ്ങൾക്ക് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ GST എന്ന് കാണാൻ പറ്റും. ഈ ഒരു ടോക്കണാണ് നമുക്ക് റിവാർഡായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ടോക്കൺ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് റിവാർഡ്സ് കിട്ടുക. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എഫിഷ്യൻസി നല്ല കൂടുതലുള്ള ഷൂസ് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റെസിലൻസ് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്ത് ഈ ഒരു ഷൂ തേയും. അപ്പോൾ അത് നമ്മൾ പിന്നെയും റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിലൻസ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കുറവ് ഫീസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഞാൻ എഫിഷ്യൻസി കൂടുതൽ എടുത്തുകൊണ്ട് എനിക്ക് റെസിലൻസ് കുറവുള്ള സാധനമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു എമൗണ്ട്, ഇപ്പോൾ നമുക്ക് 2 GST ആണ് ഇപ്പോൾ റിന്യൂ ചെയ്യാൻ വരുന്നത് വെച്ചാൽ എനിക്ക് 2.16 GST വരും. ആ ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. പക്ഷേ എനിക്കത് അവിടെ കോമ്പൻസേറ്റ് ആകുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ എഫിഷ്യൻസി കൂടുതലുള്ള ചെരുപ്പായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് GST ടോക്കൺ കിട്ടും. അപ്പോൾ എനിക്ക് ലെവൽ 5 തന്നെ ഫസ്റ്റ് റിവാർഡായി കിട്ടിയത് 8.4
2 GST ടോക്കണാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ അവർ കാണിക്കുക. ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കണമെങ്കിൽ അവിടെ ആ ഒരു ടൈമും എല്ലാ കാര്യങ്ങളും കാണിക്കും. പിന്നെ ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ സമയത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള സ്ക്രീൻഷോട്ടാണ്. എനിക്ക് ഫസ്റ്റ് ദിവസം കിട്ടിയ റിവാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ 8.42 GST ടോക്കൺ. അപ്പോൾ GST പറഞ്ഞാൽ ബിനാൻസിലൊഴിച്ച് വേറെ എല്ലാ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി $3 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് $8.42 പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു $27-28 സംതിങ് റേഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ കറൻറ്റ് പ്രൈസ് പറഞ്ഞാൽ ഏകദേശം $2,200 to $2,500 വരെ ഇങ്ങനെ വേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടുന്ന ഒരു പ്രോഫിറ്റാണ്. ഇനിയിപ്പോൾ എനിക്ക് നെക്സ്റ്റ് റീഫിൽ 12 മിനിറ്റ്സിൽ റീഫില്ലാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഷോപ്പിൽ പോവുക. ഷോപ്പിൽ പോയിട്ട് ഇവിടെ ഫിൽറ്റർ ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യാം. സ്നീക്കേഴ്സ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നിങ്ങൾക്ക് വാക്കറുണ്ട്, ജോഗറുണ്ട്, റണ്ണറുണ്ട്, ട്രെയിനറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ വാക്കർ, ജോഗർ, റണ്ണർ മെയിനായിട്ട് നോക്കുക. വാക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ലോ ആയിട്ട് കുറച്ച് ഏജ് പേഴ്സൺ നിങ്ങൾക്ക് കുറച്ച് സ്ലോ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്കർ സെലക്ട് ചെയ്യാം. വാക്കർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് 1 to 4 km/h നടന്നാൽ മതി. ജോഗറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ജോഗറിൽ കോമൺ സെലക്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജോഗറിൽ എങ്ങനെയാണ് പറഞ്ഞാൽ നിങ്ങൾ 4 to 10 km/h ഉള്ളിൽ വേണം നടക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾ റണ്ണർ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 8 to 20 km/h ഉള്ളിൽ നിങ്ങൾ ഓടേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ നടക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ജോഗർ സെലക്ട് ചെയ്തു, കോമൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. ലെവൽ നിങ്ങൾ 5 തന്നെ ഇടാൻ നോക്കുക. കാരണം 5 ലെവലിലാണ് നമുക്ക് നല്ല ഷൂസൊക്കെ കിട്ടുക. പിന്നെ ഷൂ മിൻറ്റഡ് നിങ്ങൾ മാക്സിമം ഒരു 3 കിട്ടാൽ മതി. അപ്പോൾ 3 ഇട്ട് ജസ്റ്റ് നമ്മൾ കൺഫേം കൊടുക്കാൻ നമുക്ക് കുറേ ഷൂസ് വരും. അപ്പോൾ ഇപ്പോഴത്തെ സോളിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഷൂവിന് ബേസ് പ്രൈസ് തന്നെ 13.387 വരുന്നുണ്ട്. നിങ്ങളുടെ ലോവസ്റ്റ് പ്രൈസ് വേണം ഇടാൻ വേണ്ടി ടോപ്പിൽ. അത് നിങ്ങൾക്ക് കുറേ നല്ല ഷൂസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബേസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി 2.2 ആൻഡ് റെസിലൻസ് 3.6 നല്ല കുറവാണ്. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുക, നല്ല ഷൂസിന് വേണ്ടി കുറേ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നല്ല ഷൂസ് നിങ്ങൾക്ക് കിട്ടും. ഇത് 3.6, 2.2 അതും നല്ല കുറവാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം റെസിലൻസും എഫിഷ്യൻസിയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു 10 വരുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പച്ച സാധനം കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക മാക്സിമം. കാരണം അവർ ഈ ഒരു ലെവൽ 5 ആക്കിയ ശേഷം നമുക്കൊരു 20 പോയിൻറ്റ്സ് കിട്ടും. ആ ഒരു 20 പോയിൻറ്റ്സ് അവർ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അത് നമുക്ക് തന്നെ പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിവിടെ ബേസിക് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 3.3 ആൻഡ് 3.2 മാത്രമേ എഫിഷ്യൻസി ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത് മാത്രം നല്ല ഷൂ ഒന്നുമല്ല. അങ്ങനെ നോക്കിയ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ബേസിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ നോക്കാം 6.8ഉം 2.5ഉം എഫിഷ്യൻസിയും റെസിഡൻസും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ ഏകദേശം 9.3 സംതിങ്ങേ വരുള്ളൂ. മാക്സിമം നിങ്ങളൊരു 10 മേലെ വരാൻ പറ്റുന്ന പോലെ ഒരു 11 ആണെങ്കിൽ ബെസ്റ്റ് ഷൂ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് ബേസ് എടുത്ത് കാണിച്ചു തരാം. എൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ബേസിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആ ഒരു പോയിൻറ്റ്സൊക്കെ കാണാൻ പറ്റും. എനിക്ക് 8.3ഉം 2.7ഉം ഉള്ള ഒരു ഷൂ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 11 വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഷൂ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഷൂ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നെങ്കിൽ നമ്മുടെ സോൾ പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു ഷൂ പിന്നെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് കയ്യിൽ വെക്കേണ്ടിയും വരും. പിന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഷൂവിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ലെവലപ്പ് ഉണ്ട്, റിപ്പയർ ഉണ്ട്, മിൻറ്റ് ഉണ്ട്, സെല്ലുണ്ട്. ലെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ 7ാമത്തെ ലെവൽ വരെ ആക്കിയിട്ടുണ്ട്. എനിക്ക് 8ാമത്തെ ലെവലാക്കാൻ വേണ്ടിയിട്ട് 8 GST ടോക്കൺ വേണം. ടൈം 450 മിനിറ്റും കൂടി എടുക്കും. അത് ഞാനിപ്പോൾ നടന്നു കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ ലെവലപ്പ് ചെയ്യാൻ ഇന്ന് തന്നെ ഇടും. മാക്സിമം നിങ്ങൾ 9ാമത്തെ ലെവൽ വരെ ആക്കിയാൽ മതി. 10ാമത്തെ ലെവൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിപ്പയർ ഫീസ് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് വലിയ GST റിവാർഡ്സ് ആയിട്ട് കിട്ടുന്ന വലിയ ടോക്കൺസ് ഒന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ പിന്നെ അതൊക്കെ നമുക്ക് ലെവലപ്പ് ചെയ്യാൻ നല്ല രീതിക്ക് കോസ്റ്റ് ഈ ഒരു GSTയിൽ വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം 9ാമത്തെ ലെവൽ വരെ ആക്കിയിട്ട് പിന്നെ നിങ്ങൾ എല്ലാം പ്രോഫിറ്റ് മാത്രം എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾ സോൾ വേണം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി. അതിന് നിങ്ങൾ ടോപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. വാലറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, വാലറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വാലറ്റിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിസീവ് അഡ്രസ് നിങ്ങളൊരു ക്രിയേറ്റ് വാലറ്റ് നിങ്ങൾക്ക് ആദ്യം ഇവിടെ ക്രിയേറ്റ് വാലറ്റ് എന്നായിരിക്കും കാണുക. ക്രിയേറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ന്യൂമോണിക്സ് ഒക്കെ നിങ്ങൾ എഴുതിയെടുത്ത ശേഷം റിസീവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസീവിൻ്റെ ആ ഒരു സാധനം കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലോട്ടേക്ക് വേണം നിങ്ങൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ അഡ്രസ്സൊക്കെ കറക്റ്റല്ലേ നോക്കുക. സോൾ നെറ്റ്വർക്കാണ്, സൊളാനം നെറ്റ്വർക്കാണ്. അപ്പോൾ നിങ്ങൾ സോൾ ഫീസ് കുറവാണ്. നിങ്ങൾ വേറെ ഏത് നെറ്റ്വർക്കിലേക്കും അയക്കാതിരിക്കാൻ നോക്കുക. മാക്സിമം നിങ്ങൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, അതായത് ബിനാൻസിലൊക്കെ നല്ല രീതിയിൽ കൺജഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ബിനാൻസിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കൺജഷൻ കാരണം ഫെയിലായി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഹോബി അല്ലെങ്കിൽ കൂക്കോയിൻ അല്ലെങ്കിൽ OKX അങ്ങനത്തെ എക്സ്ചേഞ്ച് എന്തെങ്കിലും സെൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്ന ശേഷം നിങ്ങൾ ഈ ഒരു വാലറ്റിൽ നിന്ന് സ്പെൻഡിങ് വാലറ്റിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം.
അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിവിടെ ട്രാൻസ്ഫർ എന്ന് കൊടുക്കുക, ടു സ്പെൻഡിങ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സോൾ സെലക്ട് ചെയ്യുക, എമൗണ്ട് അടിക്കുക, കൺഫേം ട്രാൻസ്ഫർ കൊടുക്കുക. ഒരു 2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ ഇത് സ്പെൻഡിങ്ങിലോട്ടേക്ക് കയറില്ല. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം അത് നിങ്ങൾക്ക് ആ ഒരു സ്പെൻഡിങ് വാലറ്റിലോട്ടേക്ക് ക്രെഡിറ്റ് ആവും ചെയ്യും. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ആ ഒരു സോൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള NFTs ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ആക്ടിവേഷൻ കോഡ് കിട്ടുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നല്ല രീതിക്ക് കഷ്ടപ്പാടാണ് ആ ഒരു ആക്ടിവേഷൻ കോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഷൂസ് സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇതാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ എന്തായാലും സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ലെവലപ്പ് ചെയ്ത ശേഷം 9 ലെവൽ വരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. എല്ലാം GST തന്നെയാണ് വരിക. ആ ഒരു GSTയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ സ്പെൻഡിങ് വാലറ്റിൽ നിന്ന് നേരെ വാലറ്റിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ വാലറ്റിൽ നിന്ന് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു ബിനാൻസിൽ ഒഴിച്ച് വേറെ എല്ലാ നല്ല എക്സ്ചേഞ്ചസിലും ഈ ഒരു GST ടോക്കൺ അവൈലബിൾ ആണ്. ആ ഒരു ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രാൻസ്ഫറും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് പ്രൊസീജിയേഴ്സ്. നമ്മളെല്ലാം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ വന്ന് മെസ്സേജ് അയക്കാൻ മതി. എനിക്കറിയുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ നോക്കിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കണം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്ര അടിപൊളി വീഡിയോ എടുത്തേ. ഗുഡ് ബൈ.